ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 143 ദിവസം. നാം വായിക്കുന്നത് സംഖ്യാപുസ്തകം 26 അധ്യായം, സദൃശവാക്യങ്ങൾ 10 അധ്യായവും 1 കൊരിന്ത്യർ 10 അധ്യായവുമാണ്. സംഖ്യാപുസ്തകം 26 അധ്യായം. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സു മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലെയാസാരും എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട് യഹോവ മോശയോടും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സു മുതൽ മേലോട്ടുള്ളവരുടെ തുക എടുപ്പീൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ആദിജാതൻ രൂബേൻ, രൂബേന്റെ പുത്രന്മാർ ഹാനോക്കിൽ നിന്ന് ഹാനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലൂവ്യ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മ്യ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലുവിന്റെ പുത്രന്മാർ ഏലിയാബ്, ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാദാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചപ്പോൾ കോരഹിന്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ ദാദാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായി തുറന്ന് അവരെയും കോരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമയോന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാഖീനിൽ നിന്ന് യാഖീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ഷാവുലിൽ നിന്ന് ഷാവുല്യ കുടുംബം. ശിമയോന്യ കുടുംബങ്ങളായ ഇവർ 21,200 പേർ. ഗാദിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സെഫോനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗ്ഗിയിൽ നിന്ന് ഹഗ്ഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനിയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നിയ കുടുംബം, ഏരിയിൽ നിന്ന് ഏരിയ കുടുംബം, ആരോദിൽ നിന്ന് ആരോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായ ഇവർ 44,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനും ആയിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഷേലയിൽ നിന്ന് ഷേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിന്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ കുടുംബങ്ങളായ ഇവർ 75,500 പേർ. ഇസാഖാരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ. സെബലൂന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബലൂന്യ കുടുംബങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ മനശ്ശെയും എഫ്രൈമും. മനശ്ശയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീര്യ കുടുംബം. മാഖീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിന്റെ പുത്രന്മാർ ആരെന്നാൽ ഇയേസേരിൽ നിന്ന് ഇയേസേര്യ കുടുംബം, ഹെലേക്കിൽ നിന്ന് ഹെലേക്യ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം, ഷേഖേമിൽ നിന്ന് ഷേഖേമ്യ കുടുംബം, ഷെമീദാവിൽ നിന്ന് ഷെമീദാവ്യ കുടുംബം, ഹേഫറിൽ നിന്ന് ഹേഫര്യ കുടുംബം. ഹേഫറിന്റെ മകനായ സെലോഫഹാദിന് പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല. സെലോഫഹാദിന്റെ പുത്രിമാർ മഹ്ല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായ ഇവർ 50,700 പേർ. എഫ്രൈമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ശൂദേലേഹിൽ നിന്ന് ശൂദേലേഹ്യ കുടുംബം, ബേഖരിൽ നിന്ന് ബേഖരിയ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂദേലേഹിന്റെ പുത്രന്മാർ ആരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രൈമ്യ കുടുംബങ്ങളായ ഇവർ
32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിന്റെ പുത്രന്മാർ. ബെന്യാമിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ബേലയിൽ നിന്ന് ബേലാവ്യ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേല്യ കുടുംബം, അഹിരാമിൽ നിന്ന് അഹിരാമ്യ കുടുംബം, ഷെഥൂമിൽ നിന്ന് ഷെഥൂമ്യ കുടുംബം, ഹൂദാമിൽ നിന്ന് ഹൂദാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനുമായിരുന്നു. അർദിൽ നിന്ന് അർദ്യ കുടുംബം, നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമിന്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഷൂഹാമിൽ നിന്ന് ഷൂഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ധാന്യ കുടുംബങ്ങളാകുന്നു. ഷൂഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിന്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഇമ്നയിൽ നിന്ന് ഇമ്നിയ കുടുംബം, ഇഷ്വിയിൽ നിന്ന് ഇഷ്വിയ കുടുംബം, ബേരിയാവിൽ നിന്ന് ബേരിയാവ്യ കുടുംബം. ബേരിയാവിന്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ ഹേബരിൽ നിന്ന് ഹേബര്യ കുടുംബം, മൽക്കിയേലിൽ നിന്ന് മൽക്കിയേല്യ കുടുംബം. ആശേറിന്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ യഹസീലിൽ നിന്ന് യഹസീല്യ കുടുംബം, ഗൂനിയിൽ നിന്ന് ഗൂന്യ കുടുംബം, യേസറിൽ നിന്ന് യേസര്യ കുടുംബം, ഷില്ലേമിൽ നിന്ന് ഷില്ലേമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങളാകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രായേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിന് ഒത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറെയുള്ളവർക്ക് അവകാശമേറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവന്റെ ആളെണ്ണത്തിന് ഒത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ടു വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആൾ ഏറെയുള്ളവർക്കും കുറെയുള്ളവർക്കും അവകാശം ചീട്ടിട്ടു വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഗെർശോനിൽ നിന്ന് ഗെർശോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാര്യ കുടുംബം. ലേവ്യ കുടുംബങ്ങളാവിത് ലിബ്നിയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലിയ കുടുംബം, മൂഷ്യ കുടുംബം, കോരഹ്യ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യോഖേബേദ് എന്നു പേർ. അവൾ മിസ്രൈം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹ്റോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. അഹ്റോന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചു മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങളാകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായ കൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസാറും എണ്ണിയവർ ഇവർ തന്നെ.